നമസ്കാരം. പാനൂരിലെ സ്ഫോടനം രാഷ്ട്രീയമായി ചർച്ചയാക്കാൻ കോൺഗ്രസ്. CPM ബന്ധമുള്ളവരാണ് ബോംബ് നിർമ്മാണത്തിന് പിന്നിലെന്ന് വ്യക്തമാണ്. ഇതോടെ തിരഞ്ഞെടുപ്പ് ആക്രമണങ്ങൾക്ക് വേണ്ടിയാണ് ബോംബ് നിർമ്മാണം എന്ന വാദവും ചർച്ചയാകുകയാണ്. കോൺഗ്രസ് ഈ വിഷയത്തിൽ CPM നേതാക്കളുടെ പങ്ക് പോലീസ് സമഗ്രമായി അന്വേഷിക്കണമെന്ന് കണ്ണൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി കൂടിയായ KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. വടകരയിലും കണ്ണൂരിലും കടുത്ത മത്സരമാണ് നടക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സ്ഫോടക വസ്തു നിർമ്മാണത്തെ കാണേണ്ടത് എന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നു. സ്ഫോടനം നടന്നത് ബോംബ് നിർമ്മാണത്തിനിടെയാണ്. സ്ഫോടനത്തിൽ CPM പ്രവർത്തകന് പരിക്ക് പറ്റിയതും ഒരാൾ മരിച്ചതും ഗൗരവതരമാണ്. ബോംബ് നിർമ്മാണത്തിന് പിറകിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. തിരഞ്ഞെടുപ്പിന് മുൻപെയാണ് സംഭവം നടക്കുന്നത്. സ്ഫോടനത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് K സുധാകരൻ പറഞ്ഞു. CPM ബോംബ് നിർമ്മിച്ച് തിരഞ്ഞെടുപ്പിനിടയിൽ ആക്രമണത്തിന് കോപ്പ് കൂട്ടുകയാണ് എന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. നിരവധി രാഷ്ട്രീയ അക്രമ കേസിലെ പ്രതിയാണ് ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റയാൾ CPM പ്രാദേശിക നേതാവിന്റെ മകനുമാണ്. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ പരാജയ ഭീതിയിലാണ്ട CPM അക്രമ രാഷ്ട്രീയം തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ബോംബ് നിർമ്മാണത്തിലൂടെ തെളിഞ്ഞിരിക്കുന്നത് എന്ന് കോൺഗ്രസ് പറയുന്നു. BJPയും ഈ വിഷയം ചർച്ചയാക്കും. ഏറെക്കാലമായി സമാധാനാന്തരീക്ഷം നിലനിൽക്കുന്ന കണ്ണൂരിൽ അണികളെ ഉപയോഗിച്ച് വ്യാപകമായ അക്രമം അഴിച്ചുവിടാനാണ് CPM നേതൃത്വം ശ്രമിക്കുന്നത്. ഭരണത്തിന്റെ തണലിൽ ഇവർ നടത്തുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ പോലീസ് കണ്ടില്ല എന്ന് നടിക്കുകയാണ്. പാർട്ടി കേന്ദ്രത്തിലെ ബോംബ് നിർമ്മാണവും സ്ഫോടനവും സംബന്ധിച്ച് വിശദീകരണം നൽകാൻ നേതൃത്വം തയ്യാറാകണം. ഭരണപരാജയം മറച്ചു പിടിക്കാനും തിരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി നേരിടുന്ന CPM നേതൃത്വമണികൾക്ക് ആക്രമണത്തിന് ആഹ്വാനം നൽകുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ തെളിവാണ് പാനൂരിലെ സ്ഫോടനമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. അതിനിടെ സ്ഫോടനത്തിൽ CPM പ്രവർത്തകർക്ക് പങ്കില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. പാർട്ടി മുൻപേ തന്നെ ഇത് തള്ളിപ്പറഞ്ഞതാണ് എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കാലത്ത് CPM പ്രവർത്തകരെ കൊണ്ട് ബോംബുണ്ടാക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചിരുന്നു. സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം ആരോപിച്ചു. മുളിയത്തോട് സ്വദേശി കാട്ടിന്റെ വിട ഷെറിനാണ് മരിച്ചത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട്. ഇരുവരും CPM അനുഭാവികളാണെന്നാണ് ആരോപണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ഷെറിന്റെ മരണം. കൈപ്പത്തി തകർന്ന വിനീഷ് വലിയ പറമ്പത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനം നടന്നത് എന്നാണ് പോലീസ് FIRൽ പറയുന്നത്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കെതിരെ പോലീസ് കേസെടുക്കുകയുണ്ടായി. ഇന്നലെ രാത്രി 1 മണിയോടെയാണ് സംഭവമുണ്ടായത്. വിനീഷിന്റെ വീടിന്റെ അടുത്തുള്ള കട്ടക്കളത്തിൽ വെച്ചാണ് സ്ഫോടനമുണ്ടായത്. വിനീഷിന്റെ 2 കൈപ്പത്തികളും പൂർണ്ണമായും അറ്റുപോയതായാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. സ്ഫോടന ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് സ്ഥലത്തെത്തിയാണ് 2 പേരെയും ആശുപത്രിയിൽ എത്തിച്ചത്. വിനീഷും ഷെറിനും നിരവധി കേസുകളിൽ പ്രതികളാണ് എന്ന് പോലീസ് പറയുന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് കലാപമുണ്ടാക്കാൻ വേണ്ടിയാണ് ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആരോപണം. KK ശൈലജ നാടിനും നാട്ടാർക്കും പ്രിയപ്പെട്ടവൻ എന്ന ക്ലീൻ ചിറ്റ് കൊടുത്ത TP വധക്കേസ് പ്രതി കുഞ്ഞനത്തിന്റെ നാട്ടിലാണ് സംഭവം. പരാജയ ഭീതി മൂലം അക്രമം അഴിച്ചുവിടാനാണോ ഉദ്ദേശമെന്നും രാഹുൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിക്കുന്നു. CPM ആയുധം താഴെ വയ്ക്കണമെന്നും രാഹുൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: വടകര മണ്ഡലത്തിലെ CPM പാർട്ടി ഗ്രാമമായ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി. 2 CPM പ്രവർത്തകർക്ക് പരിക്കുപറ്റി. നിർമ്മാണത്തിനിടെ പൊട്ടിയത് കൊണ്ടാണ് CPM പ്രവർത്തകർക്ക് പരിക്കുപറ്റിയത്. അല്ലയെങ്കിൽ ഏതോ കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെടുമായിരുന്നു. CPM സ്ഥാനാർത്ഥി ശ്രീമതി KK ശൈലജ നാടിനും നാട്ടാർക്കും പ്രിയപ്പെട്ടവൻ എന്ന ക്ലീൻ ചിറ്റ് കൊടുത്ത TP ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതി CPM നേതാവ് കുഞ്ഞനത്തിന്റെ നാട്ടിലാണ് സംഭവം. പരാജയ ഭീതി മൂലം അക്രമം അഴിച്ചുവിടാനാണോ ഉദ്ദേശമെന്ന് CPM സ്ഥാനാർത്ഥി ശ്രീമതി KK ശൈലജയാണ് പറയേണ്ടത്. നാട്ടിൽ കലാപം അഴിച്ചുവിട്ടാൽ ജയിക്കാൻ കഴിയുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? PR കരുതലല്ല, നാടിനോടും ജനങ്ങളോടുമുള്ള കരുതലാണ് വേണ്ടത്. CPM ആയുധം താഴെ വെച്ച് ജനകീയ കോടതിയെ നേരിടണം.